ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സ്നോ പുഡിങ് തന്നെയാണിത്. പക്ഷേ ഇത് നമ്മൾ കുറച്ചും കൂടെ ഇച്ചിരി പഴമൊക്കെ ചേർത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 റോബസ്റ്റ പഴം പോലത്തെ പഴമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും റോബസ്റ്റ പഴം അല്ല കേട്ടോ. നിങ്ങൾക്കിത് പാളയംകോടൻ പഴം വെച്ചിട്ട് കുഞ്ഞ് പഴം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേന്ത്രപ്പഴം എടുക്കരുത്, അതിനത്ര രുചി കാണത്തില്ല ഈ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പം. ഇതുപോലത്തെ പഴം എടുക്കുക. അപ്പം ഞാനിവിടെ 2 വലിപ്പമുള്ള പഴം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം, ഫോർക്കോ സ്പൂണോ വെച്ചിട്ട്. അപ്പം നമ്മൾ സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഉടയാൻ പാകത്തിനുള്ള ഒരു പഴം ആയിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാനതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ദാ ഈ പഴം ഉണ്ടോ, ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഉടച്ചെടുക്കുക. അതുകൊണ്ട് മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട കാര്യമില്ല, ചെറിയ ചെറിയ കട്ടകൾ നല്ലതാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര, തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് ഷുഗർ കാരമലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ. നിങ്ങൾ ഇതൊരു ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്കും പഞ്ചസാരക്ക് ഉരുകി ഒരു ഗോൾഡൻ കളറാവും, ഗോൾഡനോ ബ്രൗൺ എന്നൊക്കെ പറയും. ആ ഒരു കളറിലോട്ടൊക്കെ അതൊന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ പഞ്ചസാര എല്ലാം ഉരുകി ഈ ഒരു നിറത്തിൽ വന്നിട്ടുണ്ട്. ഒത്തിരി കറുപ്പിക്കരുത് കേട്ടോ, ഒത്തിരി കറുത്ത് പോകരുത് നമ്മുടെ കാരമലൈസ് ചെയ്ത് ഷുഗർ കാരമലൈസ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു രീതിക്ക് എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ഈ ഒരു പഴം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഴത്തിൻ്റെ ആ ഒരു മണം മാറാനും പിന്നെ ഈ പഞ്ചസാരയുടെ ഈ ഷുഗർ കാരമലൈസിൽ കിടന്ന് നല്ലൊരു സ്മെല്ല് വരാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാര ചിലപ്പോൾ ഇതുപോലെ കട്ട പിടിച്ചിരിക്കും, അത് സാരമില്ല. നിങ്ങൾ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഇതൊന്ന് ഈ പഞ്ചസാര കട്ടിയായിട്ടിരിക്കുന്ന പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നില്ലേ, അതാണെങ്കിലും 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആ ഒരു ഇടയ്ക്ക് കട്ടയായിട്ട് നമ്മൾ ഈ പഴം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര ചിലപ്പം ആ ഒരു ഷുഗർ നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ടയാവാൻ തുടങ്ങും. അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട, സമയമെടുത്ത് അതിങ്ങനെ നന്നായിട്ടൊക്കെ ഉരുകി വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് പഞ്ചസാര കട്ട പിടിച്ചിരിക്കുന്നൊന്നുമില്ല. നല്ല സൂപ്പറായിട്ടും നല്ലൊരു സ്മെല്ലോട് കൂടെയാണ് വരിക കേട്ടോ, നല്ലൊരു അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലോട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെക്കുക. ഇനി അതിനകത്തോട്ട് 1/2 ലിറ്റർ പാലാണ്, ഞാൻ 1/2 ലിറ്ററിന് പാലിനുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൽ ഒഴിക്കുക, നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക. എപ്പോഴും പുഡിങ്, ഐസ്ക്രീം ഇതിനൊക്കെ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പാലൊക്കെ ഇതാ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു കുഞ്ഞു പാത്രത്തിലോട്ട് ഇതിൽ നിന്ന് അല്പം പാലൊന്ന് മാറ്റി വെക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിക്കുന്നുണ്ട്, എങ്കിലാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഈ ചൂടുപാൽ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം, റവ യൂസ് ചെയ്യാം, മൈദ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. പക്ഷേ പുഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും കോൺഫ്ലവർ തന്നെയാണ് ഏറ്റവും നല്ലത്. ആ ഒരു രീതിക്ക് ഇങ്ങനെ ജെല്ലി ആയിട്ട് ഇങ്ങനെ സെറ്റായിട്ടിരിക്കാൻ കോൺഫ്ലവർ ആണ് നല്ലത്. പറ്റുവാണെങ്കിൽ കോൺഫ്ലവർ തന്നെ മേടിക്കാൻ നോക്കുക. അപ്പോൾ അത് കോൺഫ്ലവർ ഈ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ചൂട് പാലിൽ മിക്സ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കോൺഫ്ലവർ കലിഞ്ഞ് വരും. അപ്പോൾ അത് പാലൊക്കെ ചൂടായി, നമ്മുടെ മെയിൻ പാല് പാത്രത്തിൽ ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് ഏറ്റവും ലോയിലോട്ട് മാറ്റുക. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോയിലോട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കുറുകി വേറൊരു രീതിയിൽ കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ പറഞ്ഞത്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട.
പിന്നെ ചേർക്കുന്നത് പഞ്ചസാര. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മൾ ഈ പഴത്തിൻ്റെ ഒരു മിക്സിനകത്ത് പഴത്തിൻ്റെ മധുരമുണ്ട്, പിന്നെ പഞ്ചസാര ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ഒത്തിരി മധുരം ആയി കഴിഞ്ഞാലും പുഡിംഗ് കൊള്ളത്തില്ല. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഒരു എസൻസിനൊക്കെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് എസൻസ് ആണോ ഇഷ്ടം അത് ചേർക്കുക. ഇനി എസൻസ് ഒന്നുമില്ലെങ്കിൽ ഒരു ഏലക്കയുടെ കുരു ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇനി ഇതാ ഈ നമ്മൾ കോൺഫ്ലവർ ആണ് ഒരു 2-3 മിനിറ്റിനകത്ത് ഇതിങ്ങനെ കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ ഇളക്കാം. അപ്പോൾ ഇതെങ്ങനെ ആയെന്ന് അറിയാനായിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ നടുക്കൊരു വര വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കയ്യിലൊന്ന് ചെരിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി ഡ്രിപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് കറക്റ്റ് പരുവമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നടുവേ ഇതുപോലെ ഒരു വര വരച്ചു. എന്നിട്ട് ഇതാ പാത്രം ഇതുപോലെ പാത്രമല്ല കയ്യിലൊന്ന് സ്പാച്ചിലൊന്ന് ചെരിച്ചു കൊടുക്കുമ്പം കണ്ടോ ആ വഴിക്കോടെ നടുക്ക് വരച്ച വരക്കോടെ ഒന്നും ഡ്രിപ്പ് ഇങ്ങനെ മാറി ഒഴുകി വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇതുപോലത്തെ ഒരു ജഗ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണാം. ഒത്തിരി അങ്ങ് കട്ട പോലെ അങ്ങ് കുറുകിയൊന്നും എടുത്തിട്ടില്ല, ഇച്ചിരി ഒരു ലൂസായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിക്കുമ്പം നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിക്കാൻ ഇച്ചിരി എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ബേസ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത് അതേ പാത്രം എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കട്ടോരി എന്ന് പറഞ്ഞ് കുഞ്ഞു പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിയും നമ്മളൊരു ഷേപ്പൊക്കെ ആണെങ്കിൽ ഒരു ഉരുണ്ടിട്ടുള്ളൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിനകത്ത് നമുക്ക് അല്പം എണ്ണയോ ബട്ടറോ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തോട്ട് നമ്മുടെ പുഡിംഗ് ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആ ചൂടോട് കൂടെ തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ. കാരണം ഇനി ചൂടാറി കഴിഞ്ഞിട്ടാണ് ഞാനത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, പാത്രം നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് ഇതിൻ്റെ മേലെ ആ ഒരു പഴത്തിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് മനസ്സിൽ കാണുക. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ഭാഗത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം കോൺഫ്ലവറിൻ്റെ ഒഴിക്കുക. പിന്നെ ഈ ഒരു മിക്സ് ഇപ്പം ചേർത്ത് കൊടുക്കരുത്. ഇപ്പം ചേർത്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ അങ്ങ് മിക്സ് ആവും, ലെയർ പോലെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രം ഒരു 20 മിനിറ്റോളം നമുക്ക് ഫ്രീസറിനകത്തല്ല ഫ്രിഡ്ജിനകത്ത് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനതൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരു 20 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് ഒത്തിരി അങ്ങ് സെറ്റായിട്ടൊന്നുമില്ല. ഇതിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ അങ്ങ് സെറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുഡിങ് ഒന്ന് തിരിച്ചിടുവാണെങ്കിൽ ഇതൊട്ടും ഇതിൻ്റെ അടിയിലൊന്നും സെറ്റായി കാണത്തില്ല. ആ മേൽഭാഗം മാത്രം നല്ല നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുന്നുണ്ട്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു സമയത്ത് ഇതുപോലെ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുത്ത്, ഇപ്പോൾ പഴത്തിൻ്റെ മിക്സ് ആണെങ്കിലും ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഈ പഴത്തിൻ്റെയും പഞ്ചസാരയുടെ ചൂട് കാരണം ചിലപ്പോൾ അതിങ്ങനെ മേലത്തെ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് ചിലപ്പം അലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു കുഞ്ഞ് സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിങ്ങൊക്കെ ഇങ്ങനെ ലെവലൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഞാനൊരു 3 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല, ഓരോ ഫ്രിഡ്ജിനനുസരിച്ച് നമുക്കത് ചില ഫ്രിഡ്ജിനകത്ത് 2 മണിക്കൂറൊക്കെ സെറ്റായി വെച്ചാൽ മതിയാവും, സെറ്റായി കിട്ടും. ഞാനിപ്പോൾ എന്താണെങ്കിലും എനിക്ക് വലിയ ധൃതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നല്ല ഇളകി ജെല്ലി പോലെ നമുക്ക് ആ പാത്രത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് വിട്ടുപോകും. സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള പുഡിങ്. ഞാൻ ഇതിന് മുൻപ് സ്നോ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്നോ പുഡിങ്ങിന് തന്നെ മറ്റൊരു വകഭേദമായിട്ടുള്ളൊരു പുഡിങ്ങാണ്. സ്നോ പുഡിങ് എന്ന് പറയുന്നത് വളരെ വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റ് അല്ല, വേറെ ഒന്നും അതിനകത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പഴത്തിൻ്റെയും കൂടെ ഒരു കാരമലൈസ് ചെയ്തിട്ടുള്ള പഴത്തിൻ്റെയും കൂടെ വരുമ്പോഴത്തേക്കും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ, എപ്പോഴും നമുക്ക് ഒരു അപ്രിസിയേഷൻ കിട്ടും തീർച്ചയായിട്ടും. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഇതൊക്കെ ഓപ്ഷണലാണ്, അല്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് മേലൊന്ന് ഇതിൻ്റെ ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്.
ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തേങ്ങയുടെ ഒരു കുറച്ച് ഫ്ലേവറും കുറച്ച് സംഭവങ്ങളും അതുപോലെ തന്നെ ചെറിയും ഇതിൻ്റെ മേലെ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്നെസ് കാണണ്ടേ? ഇങ്ങനെയാണ് നമ്മുടെ പുഡിംഗ് ഇരിക്കുന്നത്. ഇതിൻ്റെ താഴെയുള്ള ആ പഴത്തിൻ്റെയും ആ ഒരു അതിന് ഷുഗർ കാരമലൈസ് ചെയ്തതൊക്കെ ചേർത്ത് നമ്മുടെ പുഡിംഗ് തന്നെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഉള്ളിക്കോടെ ഒരു പഴത്തിൻ്റെ ഫ്ലേവറും കൂടെ ചെല്ലുമ്പോഴത്തേക്കും സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ജെല്ലി പോലെയുള്ള സ്നോ പുഡിംഗ് ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.